ഹായ് എല്ലാവർക്കും നുമിസ്മാറ്റിക്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന നമ്മുടെ റിപ്പബ്ലിക് ഇന്ത്യയിൽ സർക്കുലേഷനിൽ നിലവിലുള്ളതും നമുക്ക് സർക്കുലേഷനിൽ നിന്ന് കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടുള്ള ₹1 സ്റ്റെയിൻലെസ് സ്റ്റീൽ നാണയത്തിൻ്റെ വാല്യൂ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളുമാണ്. ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്ന ഈ ഒരു രണ്ട് നാണയങ്ങൾക്കും അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു പ്രൈസ് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു നാണയത്തിന് ഏകദേശം ₹600, ₹700 വരെയൊക്കെ എത്തിയിട്ടുണ്ട്. ഒരു നാണയത്തിന് ഏകദേശം ₹70 മുതൽ ₹150, ₹200 വരെയൊക്കെ മാർക്കറ്റ് വാല്യൂ എത്തിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഈ ഒരു വീഡിയോ അവസാനം വരെ കണ്ട് ഈ ഒരു നാണയങ്ങളൊക്കെ കളക്ഷൻ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ആ ഒരു നാണയങ്ങളൊന്ന് പരിചയപ്പെടാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന നാണയം ഈ ഒരു നാണയമാണ്. നമ്മുടെ റിപ്പബ്ലിക് ഇന്ത്യയിൽ സർക്കുലേഷനിൽ ഇപ്പോഴും നമുക്ക് കിട്ടാൻ ചാൻസ് ഉള്ള നാണയമാണ്. 150 ഇയേഴ്സ്, അതായത് നമ്മുടെ ഇന്ത്യ പോസ്റ്റ് 150 വർഷമായപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് പുറത്തിറക്കിയ 2004 പുറത്തിറക്കിയ ഈ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ നാണയം ₹1 നാണയമാണ്. അപ്പോൾ ഈ ഒരു നാണയത്തിൻ്റെ ഡീറ്റെയിൽസ് അടങ്ങുന്ന വീഡിയോ ഞാൻ എൻ്റെ ഒരു ചാനൽ വഴി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ട് ഈ ഒരു നാണയത്തിൻ്റെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് എൻ്റെ കളക്ഷനിലേക്ക് എനിക്ക് 2 നാണയങ്ങൾ കിട്ടിയായിരുന്നു. അപ്പോൾ 2 നാണയങ്ങൾക്കും അത്യാവശ്യം നല്ലൊരു കോസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു നാണയം ഇപ്പോൾ മാർക്കറ്റിൽ നിന്ന് വില കൊടുത്ത് മേടിച്ചത് ഏകദേശം ₹120. അപ്പോൾ ഈ ഒരു നാണയത്തിന് ഏകദേശം ₹200 വരെ മാർക്കറ്റ് വാല്യൂ വന്നിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കണ്ടീഷനാണ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയതുകൊണ്ട് തന്നെ നാണയത്തിൻ്റെ പുറകുവശം നമുക്ക് ലെറ്റേഴ്സൊക്കെ കുറച്ചൊക്കെ മാഞ്ഞു പോയിട്ടുണ്ടെങ്കിലും ഫ്യൂച്ചറിൽ നമുക്ക് ഈ ഒരു നാണയത്തിന് അത്യാവശ്യം നല്ലൊരു പ്രൈസിൽ ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നാണയമാണ്. അപ്പോൾ 2 നാണയങ്ങളാണ് എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യ പോസ്റ്റ് 150 വർഷമായപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് 2004 പുറത്തിറക്കിയ കൽക്കട്ട മിൻറ്റ് മാർക്കിൽ മാത്രം മിൻറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു നാണയം. അപ്പോൾ ഈ ഒരു നാണയത്തിന് അത്യാവശ്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ₹120 മുതൽ നമുക്കൊരു നല്ലൊരു യുഎൻസി കണ്ടീഷൻ നാണയത്തിന് ₹200 വരെ മാർക്കറ്റ് വാല്യൂ ലഭിക്കുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള സ്കാർസ് കാറ്റഗറി ഒരു നാണയമാണ്. അപ്പോൾ ഈ ഒരു നാണയം നിങ്ങൾക്ക് ഒരു 5-6 നാണയങ്ങൾ കിട്ടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും മേടിക്കുക, നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് എനിക്ക് ലേറ്റസ്റ്റ് ആയിട്ട് 2 നാണയങ്ങൾ കിട്ടി. ആ 2 നാണയങ്ങൾ മേടിക്കുക എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്ത് റയർ കാറ്റഗറി വന്നുകൊണ്ടിരിക്കുന്നതെന്നല്ല, ഇപ്പോൾ റയർ കാറ്റഗറിയിൽ ഉള്ള ഒരു നാണയമാണ് ₹1 വീർ ദുർഗാദാസിൻ്റെ 2003 പുറത്തിറക്കിയ ഹൈദരാബാദ് മിൻറ്റ് മാർക്കിൽ മിൻറ്റ് ചെയ്യുന്ന നാണയം. അപ്പോൾ ഈ ഒരു നാണയം UNC കണ്ടീഷൻ നാണയമാണ്. ജം UNC കണ്ടീഷൻ നാണയമാണ്. യാതൊരുവിധ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത നല്ലൊരു UNC കണ്ടീഷൻ നാണയമാണ്. അപ്പോൾ ഈ ഒരു നാണയത്തിന് എനിക്ക് വന്ന കോസ്റ്റ് ഏകദേശം ₹750. ഞാൻ ഈ ഒരു നാണയം കവറിൽ നിന്ന് എടുത്തിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഈ ഒരു കവറിൽ തന്നെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നല്ലൊരു ജെം UNC കണ്ടീഷൻ ആയതുകൊണ്ട് സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ₹1 സ്റ്റെയിൻലെസ് സ്റ്റീൽ നാണയമാണ്, വീർ ദുർഗാദാസിൻ്റെ നാണയം. അപ്പോൾ ഈ ഒരു നാണയം മുന്നേ നമുക്ക് ഏകദേശം ഒരു ₹150 മുതൽ ₹250 വരെയൊക്കെ മാർക്കറ്റ് വാല്യൂ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ ഒരു നാണയത്തിന് ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു യൂസ്ഡ് കണ്ടീഷൻ നാണയത്തിന് പോലും ഏകദേശം ₹300 വരെ മാർക്കറ്റ് വാല്യൂ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഈ ഒരു UNC കണ്ടീഷൻ നാണയം കിട്ടിയപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് മേടിച്ചതാണ്, ആഡ് ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു നാണയത്തിന് എനിക്ക് വന്ന കോസ്റ്റ് ഏകദേശം ₹750 വരെ വന്നിട്ടുണ്ട്, UNC കണ്ടീഷൻ ആയതുകൊണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു നാണയം കിട്ടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും മേടിക്കുക, നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുക. എന്നാൽ ഈ ഒരു നാണയം ഫ്യൂച്ചറിൽ നമുക്ക് തീർച്ചയായും ഒരു ₹1000 കഴിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ തന്നെ മാർക്കറ്റിൽ ഈ ഒരു നാണയത്തിന് അവൈലബിലിറ്റി കുറവാണ്. അതുപോലെ തന്നെ കുറച്ച് വില കൂടുതലുള്ള നാണയമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു നാണയം വില കുറഞ്ഞ് മാർക്കറ്റിൽ നിന്ന് കിട്ടുവാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ മേടിക്കുക, നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കളക്ഷനിലേക്ക് ഈ ഒരു 2 നാണയങ്ങൾ ഞാൻ ഇന്ന് പരിചയപ്പെടുത്തിയ ഈ ഒരു 2 നാണയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇന്ത്യ പോസ്റ്റിൻ്റെ 150 ഇയേഴ്സ് ആ ഒരു നാണയം ₹1 നാണയം, വീർ ദുർഗാദാസിൻ്റെ ഈ ഒരു ₹1 സ്റ്റെയിൻലെസ് സ്റ്റീൽ നാണയം. അപ്പോൾ 2 നാണയങ്ങളും സർക്കുലേഷനിലുള്ള നാണയമാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് സർക്കുലേഷനിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. കിട്ടുവാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുക. അതുപോലെ തന്നെ മാർക്കറ്റിൽ നിന്ന് ഈ ഒരു നാണയം വില കുറഞ്ഞ് കിട്ടുവാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ 1-2 നാണയങ്ങൾ കൂടി എക്സ്ട്രാ മേടിച്ച് നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുക. ഫ്യൂച്ചറിൽ നമുക്ക് ഈ ഒരു നാണയത്തിനൊക്കെ നല്ലൊരു പ്രൈസിന് കിട്ടാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നാണയമാണ്. അപ്പോൾ നിങ്ങളുടെ കളക്ഷനിലേക്ക് ഈ ഒരു നാണയമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക, എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.